നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇലക്ഷൻ സർവേയാണ്. ഇലക്ഷൻ സർവേ ഇന്ന് നമ്മൾ പോകുന്നത് അക്ഷരനഗരിയായ കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കോട്ടയത്ത് ഇപ്പോൾ MP ആയിരിക്കുന്ന ചാഴിക്കാടൻ കഴിഞ്ഞ തവണ കോൺഗ്രസ് ടിക്കറ്റിൽ നിന്നാണ് മത്സരിച്ചത്. അതിനുശേഷം ജോസ് കെ മാണി മുന്നണി വിട്ട് LDF-ലേക്ക് വന്നതും ചാഴിക്കാടൻ ഇപ്പോൾ അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിയായി. ഫ്രാൻസിസ് ജോർജാണ് UDF-ന്റെ സാരഥിയായി അവിടെ മത്സരിക്കുന്നത്. ഫ്രാൻസിസ് ജോർജിനെയും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നേരത്തെ MP ആയിരുന്നു. ഫ്രാൻസിസ് ജോർജും വളരെ കഴിവുറ്റ ഒരു നേതാവ് തന്നെയാണ്. അവിടെ NDAക്ക് വേണ്ടി മത്സരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. BDJS-ന്റെ സമുന്നത നേതാവും അതിന്റെ സ്ഥാപക നേതാവും എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ആൾ തുഷാർ വെള്ളാപ്പള്ളിയാണ് അവിടെ BDJS-ന് വേണ്ടി മത്സരിക്കുന്നത്, അല്ലെങ്കിൽ NDA മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത്. ചാഴിക്കാടിനെ കുറിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ തവണ UDF-ന്റെ ബാനറിൽ കോട്ടയത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ അവിടെ എല്ലാ നേതാക്കന്മാരും ചാഴിക്കാടിന് വേണ്ടി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി അടക്കം. അങ്ങനെയുള്ള നേതാക്കന്മാരും ഒക്കെ ചാഴിക്കാടിന് വേണ്ടി കോൺഗ്രസിന്റെ ഒരു കരുത്തുറ്റ മണ്ഡലമായ കോട്ടയത്ത് അവരിറങ്ങി പ്രവർത്തിച്ചു. ചാഴിക്കാടൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. പക്ഷേ ജോസ് കെ മാണി മുന്നണി മാറി LDF-ലേക്ക് വന്നപ്പോൾ ഈ വോട്ടുകൾ ഏതാണ്ട് പരിപൂർണമായും UDF-ന്റെ വോട്ടുകൾ UDF-ന് തന്നെ വരുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. LDF-ലെ ചില ആളുകൾക്ക് പോലും അവിടെ വോട്ടിങ്ങിൽ സ്പ്ലിറ്റ് ഉണ്ടാകുന്നു എന്നുള്ള ചില സംസാരങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞു. തുഷാർ വെള്ളാപ്പള്ളിയാണെങ്കിൽ ആ മത്സരത്തിൽ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടുന്നതല്ലാതെ മുൻനിരയിലേക്ക് വരാൻ പോലും ഇതേവരെ പറ്റിയിട്ടില്ല. 24 ന്യൂസിന്റെ സർവേ അനുസരിച്ച് 24 ന്യൂസ് പറയുന്നത് ചാഴിക്കാടൻ 40.1% വോട്ടുകൾ നേടി വീണ്ടും വിജയിക്കും എന്നുള്ളതാണ്. ഫ്രാൻസിസ് ജോർജിന് 31.1% വോട്ടുകളാണ് 24 ന്യൂസ് പ്രവചിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളിക്കാണെങ്കിൽ 21.6%. അങ്ങനെ 24ന്റെ സർവേയിൽ അവിടെ ചാഴിക്കാടൻ വിജയിക്കും എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത്. എന്നാൽ മനോരമയുടെ സർവേ അനുസരിച്ച് തോമസ് ചാഴിക്കാടന് 35.8% വോട്ടുകളെ ലഭിക്കുകയുള്ളൂ എന്നും 41% വോട്ടുകളുടെ ഭൂരിപക്ഷത്തെ 41% വോട്ടുകൾ നേടി ഫ്രാൻസിസ് ജോർജ് വിജയിക്കുമെന്നുമാണ് മനോരമയുടെ സർവേ ഫലങ്ങൾ പറയുന്നത്. അതേപോലെ തുഷാർ വെള്ളാപ്പള്ളി 19% വോട്ടുകൾ നേടും എന്നും പറയുന്നു. മറ്റുള്ളവർ വളരെ തുച്ഛമായിട്ടേ കോട്ടയം മണ്ഡലത്തിലുള്ളൂ. ഞങ്ങളുടെ സർവേയിൽ ഞങ്ങൾക്ക് കിട്ടിയത് 36.2% വോട്ടുകൾ മാത്രമാണ് തോമസ് ചാഴിക്കാടന് ഇക്കുറി കിട്ടാൻ സാധ്യത എന്നാണ്. എന്നാൽ 40.86% വോട്ടുകൾ നേടി ഫ്രാൻസിസ് ജോർജ് കോട്ടയത്തിന് ഇത്തവണ MP ആയി മാറും എന്നും സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളിയാണെങ്കിൽ അല്പം കൂടി നില മെച്ചപ്പെടുത്തുമെന്നും 22.94% വോട്ടുകൾ നേടും എന്നുമാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കോട്ടയത്തിലാണെങ്കിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. അക്ഷരനഗരി എന്ന് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. SNDP-യുടെയും സഭകളുടെയും അതേപോലെ നായർ സർവീസ് സൊസൈറ്റിയുടെയും NSS-ന്റെയും ഒക്കെ ശക്തമായ സ്വാധീനമുള്ള പല പഞ്ചായത്തുകളും അതുപോലെ പല നിയോജക മണ്ഡലങ്ങൾ വരെ അവിടെയുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇവർ രണ്ടുപേരും കേരള കോൺഗ്രസിലായിരുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അതിൽ ഒരാൾ പാർട്ടി മാറി ഇപ്പോഴേക്ക് പോയപ്പോൾ കഴിഞ്ഞ തവണ ജയിച്ചതിൽ നിന്നും ഇത്തവണ എങ്ങനെയാണ് അതിൻ്റെ ഫലങ്ങൾ പ്രതിഫലിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരം തന്നെയാണ്. എന്നാലും ഞങ്ങളുടെ സർവേയിൽ പറയുന്നത് തീർച്ചയായും ഇത്തവണ കോട്ടയം ഫ്രാൻസിസ് ജോർജിന് തന്നെ എന്നാണ്.